ഏവർക്കും നമസ്കാരം. ജൂലൈ മാസം 17-ാം തീയതി വ്യാഴാഴ്ച പുണ്യമാസം എന്നും രാമായണ മാസം എന്നും അറിയപ്പെടുന്ന കർക്കിടക മാസം ആരംഭിക്കുന്നു. തുടർന്ന് ഓഗസ്റ്റ് മാസം 16-ാം തീയതി വരെയും കർക്കിടകം നീളുന്നു. ഈ കർക്കിടക മാസത്തിലെ ഏറ്റവും സവിശേഷതയാർന്ന ഒരു ആചരണമാണ് പിതൃക്കൾക്ക് വേണ്ടി നാം അർപ്പിക്കുന്ന ബലി. കർക്കിടകം 8, അതായത് ജൂലൈ മാസം 24-ാം തീയതി വ്യാഴാഴ്ചയാണ് കർക്കിടക വാവ്. ഇന്നേ ദിനമാണ് നാം നമ്മുടെ പൂർവ്വ പിതൃക്കൾക്ക് ബലിതർപ്പണം അർപ്പിക്കുന്നത്. ഈ കർക്കിടക മാസം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിജാതർക്കും വന്നു ഭവിക്കാൻ ഇടയുള്ള മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത്. അതിന് മുന്നോടിയായി നമുക്ക് ഈ മാസത്തെ ഗ്രഹസഞ്ചാരം ഒന്ന് പരിശോധിക്കാം. സൂര്യൻ ഈ മാസം മുഴുവനായും കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നു. ചൊവ്വ നിലവിൽ ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നു. എന്നാൽ ജൂലൈ 28 മുതൽ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു. ബുധൻ ഈ മാസം മുഴുവനായും കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നതാണ്. വ്യാഴം മിഥുനത്തിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു. ശുക്രൻ നിലവിൽ സ്വക്ഷേത്രമായ ഇടവത്തിൽ സഞ്ചരിക്കുന്നു. എന്നാൽ ജൂലൈ 26 മുതൽ ശുക്രൻ മിഥുനരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങും. ശനി മീനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു. വക്രഗതിയിലാണ് ശനി സഞ്ചരിക്കുന്നത്. രാഹുകേതുക്കൾ കുംഭത്തിലും ചിങ്ങത്തിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി ഓരോ രാശിജാതർക്കും അനുഭവത്തിൽ വരാൻ ഇടയുള്ള കർക്കിടക മാസ ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മേടക്കൂർ. അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 4-ാം ഭാവത്തിലാകും ഈ മാസം സഞ്ചരിക്കുക. 4-ാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം അല്ല എന്നതിനാൽ സൂര്യൻ ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ അത്ര കണ്ട് നൽകില്ല. 4-ാം ഭാവം എന്നത് സുഖസ്ഥാനമെന്നും മാതൃഭാവമെന്നുമാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ പല കാരണങ്ങളാലും ഒരു സുഖക്കുറവ്, മാതാവിന് ചില രോഗാരിഷ്ടതകൾ എന്നിവയ്ക്ക് ഒരു സാധ്യതയെ സൃഷ്ടിക്കാം. കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിലും ഒരു ശ്രദ്ധ പുലർത്തുന്നത് ഏറെ നന്നായിരിക്കും. മേടക്കൂറുകാരുടെ രാശിയാധിപനായ ചൊവ്വ ഈ മാസം 5, 6 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സഞ്ചരിക്കുക. 5 എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവം ആണെങ്കിൽ 6-ാം ഭാവം ഇഷ്ടഭാവം ആകുന്നു. അതുകൊണ്ട് തന്നെ ചൊവ്വ ഈ കൂറുകാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയാകും നൽകുക. 5-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. 5-ാം ഭാവം സന്താനങ്ങൾ, ബുദ്ധി, ഓർമ്മ, ഏകാഗ്രത, ഉപാസനാമൂർത്തികൾ എന്നിവയെ എല്ലാം കുറിക്കുന്നു. ചൊവ്വ 5-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ചില രോഗാരിഷ്ടതകൾ, മാനസികമായ സംഘർഷങ്ങൾ, പഠനത്തിൽ ഏകാഗ്രതക്കുറവ്, അലസത എന്നിവയെ സൃഷ്ടിക്കാം. 5-ാം ഭാവം എന്നത് ബുദ്ധി, ഓർമ്മ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ ചൊവ്വ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം, പരാജയം, ആശയക്കുഴപ്പം എന്നിവയിലേക്കും വഴിവെക്കാം. എന്നാൽ ജൂലൈ 28 മുതൽ ചൊവ്വ കേതുയോഗത്തിൽ നിന്നും മുക്തനായി ഈ കൂറുകാരുടെ 6-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. ശത്രുക്കൾ, കടം, രോഗം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഈ 6-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നത് ഏറെ വിശേഷമാകുന്നു. കാരണം 6-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് പൊതുവെ നല്ല ഫലങ്ങളെയാണ് നൽകുക. തൽഫലമായി ശത്രുനാശം, രോഗമുക്തി, കടങ്ങളിൽ നിന്നും സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നുമെല്ലാം മോചനം എന്നിവ ഈ സമയത്ത് ഉണ്ടാകും. ഈ സമയത്ത് ആത്മവിശ്വാസം, പോരാട്ട വീര്യം എന്നിവയും വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഇവർ ഏത് പ്രതിസന്ധികളെയും ചെറുത്തു തോൽപ്പിച്ച് ലക്ഷ്യം കാണും. മത്സര പരീക്ഷകളിലും മറ്റും ഇവർ മിന്നുന്ന വിജയം കൈവരിക്കും. തൊഴിൽ രംഗത്തും ഇവർക്ക് അംഗീകാരം, കീർത്തി, ആദരവ്, നായകത്വം എന്നിവ വന്നു ചേരും. ഉദ്യോഗാർത്ഥികൾക്കും ഈ സമയം ഏറെ മികച്ചതാകും. വിദ്യാർത്ഥികളും തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെക്കും. പഠനം, ഉപരിപഠനം എന്നിവയ്ക്കും ഏറെ അനുയോജ്യമായ സമയമാണ് ഇത്. ബിസിനസ്, മറ്റ് വ്യവഹാരങ്ങൾ എന്നിവയിൽ പുരോഗതി, ലാഭം എന്നിവയും ഉണ്ടാകും. ബുധൻ ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളെ നൽകും. കാരണം ബുധൻ ഈ മാസം ഈ കൂറുകാരുടെ 4-ാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക. കുടുംബഭാവം എന്ന് അറിയപ്പെടുന്ന 4-ാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ഐക്യം, ക്ഷേമം, സ്നേഹം, സമാധാനം എന്നിവയെ എല്ലാം നൽകും. കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യം, ശാരീരിക, മാനസിക സൗഖ്യങ്ങൾ എന്നിവയും 4-ലെ ബുധൻ നൽകും. ബുധൻ ഈ കൂറുകാരുടെ 3-ാം ഭാവാധിപൻ കൂടിയാകയാൽ ഈ കൂറുകാർക്ക് സഹോദരഗുണം, ശൗര്യം, ഊർജം, ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം, കുടുംബ സുഹൃത്ത് സംഗമങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും. വ്യാഴം ഈ കൂറുകാർക്ക് അനിഷ്ടമായ ഫലങ്ങൾ നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുന്നത്.
മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ശാരീരികവും മാനസികവുമായ ചില ക്ലേശങ്ങൾ, അസ്വാരസ്യങ്ങൾ, പ്രതിസന്ധികൾ, തടസ്സങ്ങൾ, അപ്രതീക്ഷിതമായ തിരിച്ചടികൾ എന്നിവയെ സൃഷ്ടിക്കാം. തൊഴിൽ രംഗം, ബിസിനസ് എന്നിവയിലും ചില തടസ്സങ്ങൾ, പ്രതിസന്ധികൾ, അസംതൃപ്തി എന്നിവയെല്ലാം ഉണ്ടാകാം. ശുക്രൻ ഈ കൂറുകാരുടെ 2, 3 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകയാൽ ശുക്രൻ മേടക്കൂറുകാർക്ക് ഈ മാസം മുഴുവനായും വളരെയധികം ഗുണാനുഭവങ്ങൾ നൽകും. 2ാം ഭാവം എന്നത് അറിയപ്പെടുന്നത് ധനസ്ഥാനം എന്നാണ്. ധനഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി, ധനാഗമം, സാമ്പത്തികമായ അഭിവൃദ്ധി എന്നിവയെ എല്ലാം നൽകും. സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞു നിൽക്കുമെന്നു മാത്രമല്ല, പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം, ധനാഭിവൃദ്ധി എന്നിവ ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഏറെയാണ്. ധനനിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സമയവും കൂടിയാണ് ഇത്. കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹം, ഐക്യം, സമാധാനം എന്നിവയും രൂപപ്പെടും. ജൂലൈ 26 മുതൽ ശുക്രൻ ഈ കൂറുകാരുടെ 3ാം ഭാവത്തിലേക്ക് പ്രവേശിക്കും. സഹോദരഭാവം, പരാക്രമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ ശുക്രൻ ഏറെ അനുകൂലൻ ആകുന്നു. സഹോദരഗുണം, ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം, സമൂഹത്തിൽ നല്ല പേര്, ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ ഈ 3-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരും. കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം, ശൗര്യം എന്നിവയെയും നൽകും. അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലവും മനോബലവും ഇവർക്ക് വന്നു ചേരും. ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹികമായുമെല്ലാം ഏറെ ഗുണാനുഭവങ്ങൾ, ക്ഷേമം എന്നിവ ഇവർ ഇക്കാലത്ത് പുലർത്തും. നേതൃഗുണം, പാടവം എന്നിവ ഇവർക്ക് ഏറെ വർദ്ധിക്കുകയും ചെയ്യും. മേടക്കൂറുകാർക്ക് അപ്രതീക്ഷിതമായി വന്നു ചേർന്ന ഒരു ആശ്വാസവും അനുഗ്രഹവും ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരമാണ്. നിലവിൽ ശനി ഈ മേടക്കൂറുകാർക്ക് 7.5 ശനി ദുരിതങ്ങളെ നൽകി 12ാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ജൂലൈ 13 മുതൽ ശനി 4.5 മാസക്കാലത്തോളം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഈ പ്രതികൂലാവസ്ഥകൾക്ക് അറുതി വരുന്നു. മാത്രമല്ല, കാര്യങ്ങൾ ഈ കൂറുകാർക്ക് അനുകൂലമായി വരികയും ചെയ്യും. ആദ്യമായി ഈ കൂറുകാരുടെ പ്രതിസന്ധികൾ അകലും. അതുകൊണ്ട് തന്നെ മുടങ്ങിക്കിടക്കുന്ന പ്രവൃത്തികൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. കൂടാതെ പ്രവൃത്തികൾ കാര്യക്ഷമമായും സമയബന്ധിതമായും ചെയ്യുവാൻ കഴിയും. ഔദ്യോഗിക മേഖലയിൽ നിലനിന്നിരുന്ന ആ ഒരു പ്രതികൂല സാഹചര്യങ്ങളും അസംതൃപ്തിയും ദൂരീകൃതം ആകുകയും മാനസികമായ സന്തോഷവും സംതൃപ്തിയും സുഖവും ലഭിക്കുകയും ചെയ്യും. രോഗമുള്ളവർക്ക് രോഗമുക്തി, കടങ്ങളിൽ നിന്നും സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മോചനം, ശരീരസുഖം, ആരോഗ്യം എന്നിവ കൈവരിക്കുവാൻ ശനിയുടെ ഈ വക്രസഞ്ചാരം കാരണമാകും. കുടുംബത്തിലും സൗഖ്യം, കുടുംബാംഗങ്ങൾക്ക് ശരീരസുഖം, ക്ഷേമം എന്നിവ ഉണ്ടാകും. ബിസിനസ് മേഖലയിലെ തടസ്സങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ എന്നിവ അകലുകയും അത് പുരോഗതിയുടെ പാതയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുകയും ചെയ്യും. ശനി എന്നത് ഈ കൂറുകാരുടെ 11ാം ഭാവാധിപനും കൂടിയാകയാൽ സാമ്പത്തികമായ അഭിവൃദ്ധി, അഭീഷ്ടസിദ്ധി എന്നിവയും ഈ സമയത്ത് കൈവരും. രാഹുകേതുക്കൾ ഈ കൂറുകാരുടെ 11ാം ഭാവത്തിലും 5ാം ഭാവത്തിലുമായി സഞ്ചരിക്കുന്നു. 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു മേടക്കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി, നേട്ടങ്ങൾ, ധനാഗമം എന്നിവയെ നൽകും. കൂടാതെ ആഗ്രഹങ്ങൾ, ലക്ഷ്യപ്രാപ്തി എന്നിവ ഈ കൂറുകാർ കൈവരിക്കുകയും ചെയ്യും. അംഗീകാരം, ധനധാന്യ സമൃദ്ധി, പ്രതാപം, അഭീഷ്ടസാഫല്യം എന്നീ ഗുണാനുഭവങ്ങളും 11ലെ രാഹു നൽകും. പുതിയ സംരംഭങ്ങൾ, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ ധനനിക്ഷേപം തുടങ്ങുവാനും തുടക്കം കുറിക്കുവാനും രാഹു 11ൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുയോജ്യമായ സമയമാണ്. 5ാം ഭാവം സന്താനങ്ങൾ, വിദ്യാഭ്യാസം, ബുദ്ധിശക്തി, ഏകാഗ്രത എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു. ഈ ഭാവത്തിൽ കൂടിയാണ് കേതു സഞ്ചരിക്കുന്നത്. തൽഫലമായി ചില പ്രതികൂലമായ ഫലങ്ങളെ സൃഷ്ടിക്കാം. സന്താനങ്ങൾക്ക് രോഗാരിഷ്ടതകൾ, പഠിതാക്കൾക്ക് പഠനത്തിൽ ഒരു ഏകാഗ്രതയില്ലായ്മ, അലസത, ഈശ്വരകടാക്ഷത്തിനൊരു കുറവ്, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം, വീഴ്ച എന്നിവയെ 5ലെ കേതു സൃഷ്ടിക്കാം. അപ്പോൾ മേടക്കൂറുകാർക്ക് ഈ മാസം ബുധൻ, ശുക്രൻ, രാഹു എന്നിവർ പൂർണ്ണമായും ഗുണാനുഭവങ്ങളിൽ നൽകുന്നു. 7ാം ഭാവാധിപനായ ശുക്രൻ അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ കുടുംബ ദാമ്പത്യ ബന്ധങ്ങളിൽ വളരെ ഊഷ്മളമായ ബന്ധം, ഐക്യം എന്നിവ കൈവരും. വക്രഗതി സഞ്ചാരത്താൽ കർമാധിപനായ ശനിയും ഈ കൂറുകാർക്ക് ഏറെ അനുകൂലനാകുന്നു. രാശ്യാധിപനായ ചൊവ്വ ആദ്യ 10 ദിനങ്ങൾ കഴിഞ്ഞാൽ ഈ കൂറുകാർക്ക് ഏറെ അനുകൂലനായി ഭവിക്കുന്നു. സൂര്യനും വ്യാഴവും കേതുവും അനിഷ്ടരായും ഭവിക്കുന്നു. എങ്കിലും ഗ്രഹങ്ങളിൽ അധികവും ഇഷ്ടഭാവങ്ങളിൽ നിന്നുകൊണ്ട് അനുകൂലമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്നതിനാൽ ഈ പുണ്യമാസം വളരെയേറെ അനുകൂലമായ ഒരു മാസമായി മേടക്കൂറുകാർക്ക് ഭവിക്കുമെന്ന് തെളിയുന്നു. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.